ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഡിസംബർ 12 വെള്ളിയാഴ്ച സിനിമാ പൂരം തന്നെയാണ്. ഒട്ടനവധി റിലീസ് ചിത്രങ്ങളും അതുപോലെ തന്നെ നേരത്തെ റിലീസിംഗ് തീരുമാനിക്കുകയും പിന്നീട് മാറ്റിവെക്കുകയും ചെയ്ത സിനിമകൾ ഉൾപ്പെടെ നാളെ തിയേറ്ററിലെത്തുന്നുണ്ട്. കൂടാതെ കന്നഡ, തമിഴ്, മലയാളം, ഹിന്ദി, തെലുങ്ക് എന്നിങ്ങനെ വിവിധ ഭാഷകളിലായുള്ള സിനിമകളും നാളെ തിയേറ്ററിലെത്തുന്നുണ്ട്. റിലീസ് ചിത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഷോലെയാണ്. ധർമ്മേന്ദ്ര, അമിതാഭ് ബച്ചൻ എന്നിവർ പ്രധാന താരങ്ങളായി രമേശ് സുപ്പി സംവിധാനം ചെയ്ത് 1975 ആഗസ്റ്റ് 15 തിയേറ്ററിലെത്തിയ ഈ സിനിമ ആസ്വാദകരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന സിനിമ കൂടിയാണ്. ഇപ്പോൾ കേരളം ഉൾപ്പെടെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും നാളെ ഈ സിനിമ റിലീസ് ചെയ്യപ്പെടുകയാണ്. നാളെ ഡിസംബർ 12 വെള്ളിയാഴ്ച റിലീസായി തിയേറ്ററിലെത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സിനിമ പടയപ്പയാണ്. രജനീകാന്ത് നായകനായി KS രവികുമാർ തിരക്കഥ സംവിധാനം ചെയ്ത് 1999 പുറത്തിറങ്ങിയ ഈ തമിഴ് സിനിമ ശിവാജി ഗണേശന്റെ അവസാന സിനിമ കൂടിയാണ്. രമ്യ കൃഷ്ണൻ, സൗന്ദര്യ, നാസർ, ലക്ഷ്മി, രാധ രവി എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ഈ സിനിമയുടെ 4K റീമാസ്റ്റർ പതിപ്പ് നാളെ വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. നാളെ ഡിസംബർ 12 വെള്ളിയാഴ്ച റിലീസായി തിയേറ്ററിലെത്തുന്ന മലയാള ചിത്രമാണ് സമ്മർ ഇൻ ബദ്ലഹേം. രഞ്ജിത്ത് തിരക്കഥ എഴുതി സിബി മലയിൽ സംവിധാനം ചെയ്ത് 1998 സെപ്റ്റംബർ 4 തിയേറ്ററിലെത്തിയ ഈ സിനിമ കോക്കേഴ്സ് ഫിലിംസാണ് വീണ്ടും 4K റീമാസ്റ്റർ പതിപ്പായി തിയേറ്ററിലെത്തിക്കുന്നത്. ജയറാം, സുരേഷ് ഗോപി, മഞ്ജു വാര്യർ, കലാഭവൻ മണി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയിൽ മോഹൻലാൽ കാമിയോ റോളിലും അഭിനയിക്കുന്നുണ്ട്. നേരത്തെ ഡിസംബർ 5 റിലീസിംഗ് തീരുമാനിക്കുകയും പിന്നീട് ഡിസംബർ 12 മാറ്റിവെക്കുകയും ചെയ്ത തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് അഖണ്ഡ 2. ബോയപതി ശ്രീനു തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ നന്ദപൂരി ബാലകൃഷ്ണ, സംയുക്ത മേനോൻ, ബീർ ദുഹാൻ സിംഗ്, ആദി പെന്നി സെറ്റി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി എന്നിങ്ങനെ 5 ഭാഷകളിലാണ് നാളെ തിയേറ്ററിലെത്തുന്നത്. നേരത്തെ ഡിസംബർ 5 റിലീസിംഗ് പ്രഖ്യാപിക്കുകയും പിന്നീട് മാറ്റിവെക്കുകയും ചെയ്ത മലയാള സിനിമയാണ് അമ്പലമുക്കിലെ വിശേഷങ്ങൾ. ജയറാം കൈലാസ് സംവിധാനം ചെയ്ത ഈ സിനിമ നാളെ ഡിസംബർ 12 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുകയാണ്. ചിത്രത്തിൽ ഗോകുൽ സുരേഷ്, ലാൽ ഗണപതി, മറീന മിഖയേൽ കുരിശിങ്കൽ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. നവംബർ 28 റിലീസിംഗ് പ്രഖ്യാപിച്ച് പിന്നീട് തിയേറ്ററിൽ എത്താതെ പോയ മലയാള സിനിമയാണ് ശ്രീ അയ്യപ്പൻ. വിഷ്ണു വെഞ്ഞാറമൂട് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ റിയാസ് ഖാൻ, അനീഷ് രവി, കോട്ടയം രമേശ്, കുടശനാട് കനകം എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ നാളെ ഡിസംബർ 12 വെള്ളിയാഴ്ച റിലീസിംഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതേസമയം ഹണിറോസ് നായികയാകുന്ന റേച്ചൽ എന്ന സിനിമ ഡിസംബർ 6 റിലീസിംഗ് തീരുമാനിക്കുകയും പിന്നീട് ഡിസംബർ 12 റിലീസ് മാറ്റുകയുമുണ്ടായി. എന്നാൽ ആ സിനിമയുടെ റിലീസിംഗ് വീണ്ടും മാറ്റിയിരിക്കുകയാണ്. പുതിയ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. നാളെ ഡിസംബർ 12 വെള്ളിയാഴ്ച എത്തിയിട്ടുന്ന മലയാള സിനിമയാണ് അടിനാശം വെള്ളപ്പൊക്കം. ചിത്രത്തിൽ ഷൈം ടോം ചാക്കോ, ബാബു ആന്റണി, ബൈജു, മഞ്ജു പിള്ള, ജോൺ വിജയ്, വിനീത് മോഹൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. സുബോധ് കനോൾക്കർ തിരക്കഥ സംവിധാനം ചെയ്ത ദശാവതാർ എന്ന മറാത്തി സിനിമ നാളെ തിയേറ്ററിലെത്തുകയാണ്. പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററിലെത്തുന്ന ഈ സിനിമയുടെ മലയാളം പതിപ്പ് ഉൾപ്പെടെ നാളെ കേരളത്തിൽ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. സന്ദീപ് രാജ് തിരക്കഥ സംവിധാനം ചെയ്യുന്ന മൗഗ്ലി എന്ന തെലുങ്ക് സിനിമ നാളെ തിയേറ്ററിലെത്തുന്നുണ്ട്. ബന്ദി സരോജ് കുമാർ, റോഷൻ കനകല, സാക്ഷി മഹാദോൽക്കർ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. കിസ് കിസ്കോ പ്യാർ കരൂൺ എന്ന ബോളിവുഡ് സിനിമ നാളെ തിയേറ്ററിലെത്തുകയാണ്. അബ്ബാസ് മുസ്താൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ കപിൽ ശർമ്മ, അർബാസ് ഖാൻ, സായി ലോക്കൂർ, മഞ്ജരി ഫർണീസ്, വരുൺ ശർമ്മ, സിമ്രാൻ കൗർ മുണ്ടി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ദിനേശ് കലൈസെൽവൻ തിരക്കഥ സംവിധാനം ചെയ്ത മഹാസേന എന്ന തമിഴ് സിനിമ നാളെ ഡിസംബർ 12 തിയേറ്ററിലെത്തുന്നുണ്ട്. ജോൺ വിജയ്, മഹിമ ഗുപ്ത എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിച്ച് നവാഗത ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് നവംബർ 21 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് കളങ്കാവൽ. മമ്മൂട്ടി, വിനായകൻ, ജിബിൻ ഗോപിനാഥ്, രജീഷ വിജയൻ, ഗായത്രി അരുൺ, അസീസ് നെടുമങ്ങാട് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ഇന്ന് വ്യാഴാഴ്ചയുടെ ആദ്യ 7 ദിവസമാണ് പിന്നിടുന്നത്. നാളെ വെള്ളിയാഴ്ചയോടെ 2ാം വാരത്തിലേക്ക് കിടക്കുന്ന ഈ സിനിമയ്ക്ക് കേരളത്തിൽ 300-ലധികം സ്ക്രീനുകളാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. തമിഴ്നാട്ടിലും ഈ സിനിമയ്ക്ക് നാളെ മുതൽ 50-ലധികം സ്ക്രീനുകൾ ഉണ്ടാകും എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ഇന്നലെ വരെയുള്ള 6 ദിവസം കൊണ്ട് കേരളത്തിൽ 23,90,00,000 കളക്ട് ചെയ്ത ഈ സിനിമ 7ാം ദിവസം ഇന്ന് വ്യാഴാഴ്ച കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 2,20,00,000 റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 7 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 26 കോടിക്ക് മുകളിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് വ്യാഴാഴ്ചയിലെ കളക്ഷനിലൂടെ ഈ സിനിമ ലോകമെമ്പാടുമായി 62.5-63 കോടി റേഞ്ചിൽ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.